ഹലോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ പോകുന്ന വീഡിയോ ഇട്ടതിൻ്റെ കണ്ടിന്യൂ വീഡിയോസാണ് കേട്ടോ ഇത്. അപ്പോൾ പിറ്റേ ദിവസം കണ്ടിന്യൂ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വന്നേക്കും കേട്ടോ. പെരുമ്പന്നൂരുള്ള ഹോസ്പിറ്റലാണ് വന്നേക്കുന്നത്. അപ്പോൾ അപ്പോയിൻമെൻ്റൊക്കെ എടുത്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കണ്ടിന്യൂ ടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ഡോക്ടർ ടെസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ പറഞ്ഞായിരുന്നു അവർ കണ്ണിന് കാഴ്ച കുറയുന്നുണ്ട്. രണ്ട് ഭാഗത്തോട്ടാണ് കാഴ്ച കുറവ്, ബാക്ക് സൈഡിലേക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞിട്ടോ. എല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ. എനിക്ക് ഭയങ്കര കോണ്ടും പനിയൊക്കെ പിടിച്ചേക്കുവാണ്, അതാണ് വോയിസ് ഒരു ചേഞ്ച്. അപ്പോൾ അങ്ങനെ ഡോക്ടർ ടെസ്റ്റ് ചെയ്യുവാണ് അവരെ. അപ്പോൾ അവർ കണ്ണിന് കാഴ്ച കുറയുന്നുണ്ടെന്നാണ് അവർ പറഞ്ഞത്. ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവൻ്റെ സ്വഭാവത്തിൽ വ്യത്യാസം ഉണ്ടാവും, അവൻ്റെ ഓരോ പ്രശ്നം കൊണ്ടൊക്കെയാണ് MRI സ്കാനിങ് ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇനി ഇവിടുന്ന് റിപ്പോർട്ടെല്ലാം എടുത്ത് വേറെ നമ്മൾ ഇന്നലെ പോയ ഹോസ്പിറ്റലിൽ പീഡിയാട്രിഷനെ കൊണ്ട് കാണിക്കണം. കാരണം എങ്ങനെ ഇവിടെ നിന്നുള്ള എന്തും ഒരു മരുന്നാണ് ഇനി എന്താ ഇവർ കൊടുത്താലും പീഡിയാട്രിഷൻ ചോദിക്കണം. കാരണം അവർ ബ്ലഡ് കൗണ്ട് കുറവുള്ളത് കൊണ്ടും ചെറിയൊരു ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് അത് പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പുള്ളിനെ കാണിച്ചിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് കണ്ണിന് മരുന്ന് ഒഴിച്ചിട്ട് അരമണിക്കൂർ വെയിറ്റ് ചെയ്ത ശേഷം ഒന്നുകൊണ്ട് ചെക്ക് ചെയ്ത് നോക്കാൻ ഡോക്ടർ പറഞ്ഞു. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ ജസ്റ്റ് വെറുതെ അങ്ങോട്ടേക്ക് പോയപ്പോൾ നല്ല രസമുണ്ട്. ഹോസ്പിറ്റൽ കാണാൻ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ അടിപൊളിയായിട്ടാണ് വൃത്തിയായിട്ടാണ് വെച്ചേക്കുന്നത്. അവർ മറ്റേ അപ്പകാടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വീടിനൊക്കെ നല്ല രസമുണ്ട്. സാധാരണ ഫ്രണ്ടിനെ വെക്കുന്നത്, പക്ഷെ ഇത് വേറൊരു സൈഡിന് വെച്ചിട്ട്. ഇവിടെ കണ്ണിൻ്റെ മാത്രമല്ല ആയുർവേദത്തിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. പിന്നെ അവിടെ നല്ല ഗാർഡൻ സെറ്റ് ചെയ്തിട്ട് അതിനകത്തൊരു തിരുവാതിരത്തിൻ്റെ രൂപം വെച്ചിട്ടുണ്ട് ഈശോയുടെ. സിസ്റ്റർമാരുടെ ഹോസ്പിറ്റലാണ് കേട്ടോ. പിന്നെ നല്ല താമരക്കുളമൊക്കെ ഉണ്ട്. അങ്ങനെ ആർട്ടിഫിഷ്യൽ കൊക്കൊക്കെ ആണോ ഇത് ഇതിപ്പുണ്ട് കേട്ടോ. കണ്ടാൽ പെട്ടെന്ന് കണ്ടാൽ ഒറിജിനലാണെന്ന് തോന്നും. പിന്നെ അടിപൊളിയാണ് ഇവിടെ ആയുർവേദത്തിൽ. ഈ ഭാഗം ഞാൻ വന്ന ഈ ഭാഗം ഫുൾ ആയുർവേദത്തിൻ്റെ കേട്ടോ. കണ്ണിൻ്റെ ആയുർവേദത്തിൻ്റെ മാത്രമേ ഉള്ളൂ തോന്നുന്നു, എനിക്കറിയില്ല. ഞാൻ കണ്ണ് കാണിക്കാൻ വന്നതുകൊണ്ട് ഇപ്പുറത്തേക്ക് ആയുർവേദത്തിൻ്റെ കണ്ടതുകൊണ്ട് പറഞ്ഞു കേട്ടോ. അപ്പോൾ വലിയ തിരക്കില്ല, അതാരൊട്ടും തിരക്കുണ്ട് താനും. അങ്ങനെ ഒരു മീഡിയം ലെവലിലാണ് കേട്ടോ ഇവിടെ പേഷ്യൻസൊക്കെ വരുന്നത്. നല്ല എന്താ പറയുക, നീറ്റായിട്ട് ബൈബിള് പിന്നെ അതുപോലെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇത് ആയുർവേദ സെക്ഷനാണ് കേട്ടോ. രൂപങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഒരു വെയിറ്റിംഗ് എല്ലാം കഴിഞ്ഞ് കുറേ നേരം നമ്മൾ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഡോക്ടറെ കാണാൻ പോകാൻ സമയമായി. പിന്നെ നമ്മൾ പോയി. ഡോക്ടർ പറഞ്ഞു അവർ എന്താ പറയുക, നമ്മളങ്ങനെ വാശി പിടിക്കണം. കുറച്ച് വാശിയൊക്കെ പിടിക്കുമായിരിക്കും, കുറച്ച് വാശി പിടിക്കും. പിന്നെ അതുപോലെ തന്നെ പറഞ്ഞാൽ കുറച്ച് ഇതൊക്കെ കാണിക്കും, നിങ്ങളൊന്ന് കാര്യമാക്കേണ്ട കുറച്ച് അവരുടെ റിപ്പോർട്ട്സ് എല്ലാം കണ്ടിട്ട്, ഈ റിപ്പോർട്ട്സ് അല്ല എല്ലാ റിപ്പോർട്ട്സും കണ്ടിട്ട് പുള്ളി പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കണ്ണിൻ്റെ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു കാഴ്ചയ്ക്ക് കുറവുണ്ട്, അപ്പോൾ കണ്ണാടി വെക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ കണ്ണാടി ഞാൻ വാങ്ങിച്ചിട്ടില്ല, കാരണം MRI സ്കാനിങ് പറഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം ഐ ഡ്രോപ്സ് ഒഴിച്ചാൽ മാറ്റം വരുന്നതാണെങ്കിൽ വെറുതെ കണ്ണാടി വെച്ച് കളയണ്ടല്ലോ എന്ന് ഓർത്തൊരു ഉള്ള കാഴ്ച കൂടെ കളയണ്ടല്ലോ എന്ന് ഓർത്തൊരു പേടി കൊണ്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ അടുത്ത ഡോക്ടറെ അടുത്ത് വന്നു. ഈ ഡോക്ടറെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടറാണ് പറഞ്ഞത്, അവർ നേരത്തെ ഡോക്ടർ പറയുന്നുണ്ട് അവരുടെ ഇഷ്ടം എന്താ വെച്ചാൽ അത് ചെയ്ത് കൊടുക്കുക, നമുക്ക് നല്ല പേഷ്യൻസ് വേണം അത് നോക്കണമെങ്കിൽ. ചുമ്മാ വാശി പിടിക്കും. പിന്നെ അതുപോലെ നമ്മൾ പറഞ്ഞാൽ കേൾക്കത്തില്ല. എന്തെങ്കിലും നമ്മൾ എന്താ പറയുക, വാശി അങ്ങോട്ട് പിടിച്ചാൽ അത് ഡയറക്റ്റ് പിടിക്കുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഡോക്ടറെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നല്ല വിശക്കുന്നുണ്ട്. രാവിലെ വീട്ടിൽ പോകുന്നതാണ്, ഒന്നും കഴിക്കാനും പറ്റിയില്ല. ഇത് ഉച്ചയായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ഇവിടെ ആ ടെസ്റ്റ് ഈ ടെസ്റ്റ് ആ റിപ്പോർട്ടെന്ന് പറഞ്ഞു നിൽക്കുക. ഇന്നലെ ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ ഫുള്ളായിട്ട് ഇത് ശനിയാഴ്ചത്തെയാണ് കേട്ടോ. ശനിയാഴ്ച എനിക്ക് റീഡ് ഇടാൻ പറ്റിയില്ല കേട്ടോ. വന്നപ്പോഴത്തേക്കും ഇപ്പോൾ പിള്ളേർക്കെല്ലാം പനി പിടിച്ചേക്കുവാണ്. കുട്ടൂരും എനിക്ക് പിള്ളേർക്കെല്ലാം പനിയാണ്. അപ്പോൾ ആ വീഡിയോ എത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം.